ഇറാനെതിരായ ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധം പുതിയതും കൂടുതൽ അപകടകരവും ലോകരാഷ്ട്രങ്ങളെ ആകെ യുദ്ധച്ചുരിയിലേക്ക് വലിച്ചിടിപ്പിക്കുന്നതുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനെതിരെ സാമ്പത്തിക ഭ്രഷ്ട് പ്രഖ്യാപിച്ചുള്ള ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് 6 മാസം പിന്നിട്ട് ഇറാനെതിരായ US ഇസ്രയേൽ സംയുക്ത ആക്രമണ യുദ്ധത്തെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയെ ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂരിയായി മാറ്റിയിരിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ലക്ഷ്യങ്ങളുടെ പരാജയത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. അത് ലോകത്തെ രണ്ട് മുഖ്യ ആക്രമണകാരികളായ US-ന്റെയും ഇസ്രായേലിന്റെയും സൈനിക ശക്തികളുടെ പരാജയത്തെയും തികഞ്ഞ പ്രാതികൂല്യങ്ങളിലും തകർക്കാനാവാത്ത ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ചെറുത്തുനിൽപ്പ് ശേഷിയെയുമാണ് ലോകത്തിന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ മാരകമായ സായുധ യുദ്ധങ്ങളിലൂടെ നേടാൻ കഴിയാത്ത ലക്ഷ്യം, മനുഷ്യരാശി നാളിതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക ഉപരോധത്തിലൂടെ ഒരു സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രത്തെ മുട്ടുകുത്തിക്കാമെന്ന ലക്ഷ്യമാണ് ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യമാകട്ടെ US-ന്റെയും ഇസ്രായേലിന്റെയും സംയുക്ത സാമ്പത്തിക വ്യാപാര ശേഷിക്കും അപ്പുറത്താണെന്ന് അനുഭവ പാഠങ്ങളിൽ നിന്നും ഉത്തമ ബോധ്യമുള്ള ട്രംപ് തന്റെ സാമ്പത്തിക യുദ്ധ സന്നാഹങ്ങളിലേക്ക് സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ലോകരാഷ്ട്രങ്ങളെ ഒന്നാകെ പങ്കാളികളാക്കാൻ ഏകപക്ഷീയമായി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പമല്ലാത്തവരെല്ലാം ശത്രുപക്ഷത്താണെന്നും അത്തരക്കാർക്ക് മാരകമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്നുമുള്ള ഭീഷണി ട്രംപ് ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. ട്രംപ് തന്റെ സ്വേച്ഛ ഭരണകൂടത്തിന്റെയും യുദ്ധവെറിയുടെയും താല്പര്യങ്ങളും നിബന്ധനകളും ലോകരാഷ്ട്രങ്ങളുടെയും അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെയും മേൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രങ്ങളുടെയും അവയുടെ അധികാര പരിധിയിൽ വരുന്ന സാമ്പത്തിക വ്യാപാര ചരക്ക് സേവന വിന്യാസ സംവിധാനങ്ങൾ തുടങ്ങിയ ആഗോള സാമ്പത്തിക വ്യവസ്ഥയാകെ തന്നെയും തന്റെ ഇംഗിതങ്ങൾക്കും തിട്ടൂരങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കണമെന്നാണ് ട്രംപ് നിഷ്കർഷിക്കുന്നത്. അതിന് തയ്യാറല്ലാത്ത രാഷ്ട്രങ്ങളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും US ഭരണകൂടത്തിന്റെ രോക്ഷത്തിന് ഇരകളാകുമെന്നും ട്രംപ് അസന്ദിഗ്ധമായി പറഞ്ഞു വച്ചിരിക്കുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇറാനെതിരായ സാമ്പത്തിക ഭ്രഷ്ട് ഔപചാരികമായി പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ചയാണ്. 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഇറാനുമായി എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 4 ഇന്ത്യൻ കമ്പനികൾക്കെതിരെ US ഭരണകൂടം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഉപരോധത്തിന്റെ അർത്ഥം ആ കമ്പനികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക ഇടപാടുകളോ അവരുടെ വ്യാപാര ചരക്കായ എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവയുടെ രാജ്യാന്തര കൈമാറ്റമോ ഇനിമേൽ സാധ്യമല്ലെന്ന് വന്നിരിക്കുന്നു. ആഗോള വ്യാപാരം സംബന്ധിച്ച ലോക വ്യാപാര സംഘടനയുടെ രാജ്യാന്തര കരാറുകൾക്ക് മീതെ US സാമ്രാജ്യത്തിന്റെ അഥവാ അതിന്റെ സർവാധിപതിയായി സ്വയം അവരോധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പദവിയുടെ പരസ്യ പ്രഖ്യാപനമാണിത്. ലോകരാഷ്ട്രങ്ങളുടെ ഔപചാരികവും ആധികാരികവുമായ വേദി എന്ന നിലയിൽ രാഷ്ട്രങ്ങളുടെ പരമാധികാരം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണരേഖകളെ അപ്പാടെ കാറ്റിൽ പറത്തി ലോകത്തിന്റെ ആകെ വിധിനിർണായക പദവിയിൽ സ്വയം പ്രതിഷ്ഠിക്കുകയാണ് ട്രംപ് ഈ നടപടിയിലൂടെ. ലോകത്തെ ആകെ സ്വന്തം കോളനിയായി വീക്ഷിക്കുന്ന ആഗോള സ്വേച്ഛാധിപതിയുടെ ഭാവം പൂണ്ടിരിക്കുകയാണ് ട്രംപ്. ഭൂമിശാസ്ത്രപരമായി US തീരത്ത് നിന്നും ഏതാണ്ട് 150 കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂബയ്ക്കെതിരെ 7 ദശാബ്ദത്തിലേറെയായി തുടരുന്ന ഉപരോധം കൊണ്ട് ആ കൊച്ചു ദ്വീപ് രാഷ്ട്രത്തെയും ആ ജനത സ്വയം വരിച്ച രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക സംവിധാനങ്ങളെയും പൂർണ്ണമായി തകർക്കാൻ സർവശക്ത US സാമ്രാജ്യത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ട്രംപിന് അത് കഴിഞ്ഞേക്കണമെന്നും കരുതേണ്ടതില്ല. US ഉപരോധം സൃഷ്ടിച്ച കൊടിയ ദുരന്തത്തിന് ആ ജനതയുടെ ആത്മവീര്യത്തെയും നിശ്ചയദാർഢ്യത്തെയും ഇനിയും തകർക്കാനായിട്ടില്ല. US തീരത്തിനും ഏതാണ്ട് 12,000 കിലോമീറ്റർ അകലെയുള്ള ഇറാനെ ആയുധം കൊണ്ട് കീഴടക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോഴാണ് സാമ്പത്തിക ഭ്രഷ്ടെന്ന ഭീഷണി ഉയരുന്നത്. ഇറാനിൽ നിലവിലുള്ള ജനാധിപത്യ വിരുദ്ധയും മതാധിഷ്ഠിതവുമായ വ്യവസ്ഥയോട് വിയോജിക്കുമ്പോഴും ആ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും ജനങ്ങളുടെ സ്വയം നിർണയത്തിനുമുള്ള അവകാശം നിഷേധ്യമാണ്. ട്രംപ് ഭരണകൂടം ഇറാനുമേൽ നടത്തുന്ന സാമ്പത്തിക യുദ്ധം ആ രാജ്യത്തിന്റെയോ ജനതയുടെ മാത്രം പ്രശ്നമല്ല. അത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിനും ജനങ്ങളുടെ സ്വയം നിർണയ അവകാശത്തിനും നേരെ സാമ്രാജ്യത്വ നവകോളനി കോർപ്പറേറ്റ് ശക്തികൾ ഉയർത്തുന്ന അഭൂതപൂർവമായ വെല്ലുവിളിയാണ്. ആത്യന്തിക പരാജയം അവരുടേതും വിജയം സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്റെയും ജനങ്ങളുടെ സ്വയം നിർണായക അവകാശത്തിന്റേതുമാണെന്ന് ഇന്ത്യയും വിയറ്റ്നാമും ദക്ഷിണാഫ്രിക്കയും അടക്കം ലോകരാഷ്ട്രങ്ങളുടെയും അവിടങ്ങളിലെ ജനങ്ങളുടെയും ചരിത്രം മായ്ക്കാനാവാത്തവണ്ണം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.